ഗസാലി ഇമാം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു, അസൂയ നമ്മളിലേക്ക് വന്നാൽ ഖൽബിന്റെ പ്രകാശം അങ്ങ് നഷ്ടപ്പെടും. ഒരാളുടെ ഖൈർ നമ്മൾ കാണൂല, ഖൽബിന്റെ പ്രകാശം കെട്ടുപോകും. പിശാചിന്റെ എല്ലാ ചതിയെയും തിരുത്തണമെങ്കിൽ ആ ലൈറ്റ് നമ്മുടെ ഖൽബിൽ വേണം. ആ ഖൽബിലുള്ള ലൈറ്റ് നഷ്ടപ്പെടും അസൂയ വന്നാൽ. ആരോടും നമുക്ക് അസൂയ പറ്റില്ല, ആരും. അസൂയ എന്ന് പറയുന്ന രോഗം മൂർച്ഛിച്ചാൽ ഈമാനില്ലാതെ മരണത്തിലേക്ക് എത്തുമെന്നാണ് ഇമാമിങ്ങൾ എഴുതി വെക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആർക്ക് എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ് സന്തോഷം, വളരട്ടെ, സന്തോഷം. എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടെത്തിയിട്ട് എങ്ങനെയെങ്കിലും തളർത്താനല്ല നമ്മൾ നോക്കേണ്ടത്. എന്തിനും നമ്മൾ ഉസ്താദ്മാർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഉസ്താദ് നല്ല ഭക്ഷണം, ആരാ പാചകം ചെയ്ത്? വൈഫ് തന്നെ. എന്നാ പിന്നെ ഇത് വൈഫിനോട് പോയിട്ട് പറയണം എന്നാ ഗസാലിമാ പറയണത്. നിനക്ക് ഖൽബിൽ അസൂയ ഇല്ലെങ്കിൽ പോയി പറയണം. അത് പറഞ്ഞാൽ ശരിയാവില്ല ഉസ്താദ്. എന്ന് വെച്ചാല് പിന്നെ കേൾക്കാൻ കഴിയില്ല, 2-3 ദിവസം നടക്കൂല. പറയണം, പോയിട്ട് പറയണം, ശരിക്കും പറയാ വേണ്ട. നമ്മളെ വർത്തമാനം സോഫ്റ്റ്നെസ് ഉണ്ട്, അസൂയ ഇല്ലെങ്കിൽ തന്നെ ഭയങ്കര രസമായിരിക്കും ജീവിക്കാൻ. ഈ ഭർത്താവിനൊക്കെ ഫോണ് വിളിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കും, ഒന്നുകൂടി സോഫ്റ്റിൽ സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് വരുമോ? എന്തേ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡാക്കുന്നുണ്ട്, കാത്തിരിക്കാൻ വരണേ, ഇൻഷാ അല്ലാഹ്. ആ ഭർത്താവിന് വരണമെന്ന് തോന്നും. കറന്റ് അവൈലബിൾ ടിക്കറ്റ് ഉണ്ടോ നോക്കും കാര്യത്തിൽ. പക്ഷെ ചില ഭാര്യമാര് വിളിക്കലെന്നെ, ഹലോ ഇങ്ങ ഇന്ന് വരോ ഇല്ലയോ? എന്താടാ അങ്ങനെ, കാത്തിക്കണോ വേണ്ടിയോന്ന്? ഭർത്താവ് പറഞ്ഞ് ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളാം. ഇതെന്താ ഗുണ്ടയാ ഇങ്ങനെ ചോദിക്കല്? ഇതങ്ങനെ ഭയങ്കര കോമഡി ഒന്നും അല്ലല്ലോ. എന്നിട്ടും നമുക്ക് എന്താ ചിരി വരുന്നത്? ഈ അനുഭവങ്ങൾ പറയുമ്പോൾ ചിരി വരും. ഭയങ്കര കോമഡി ഒന്നും അതിന്റെ അക്സഹായത്തിലേക്ക് എത്തിയില്ലല്ലോ, എന്നിട്ടും നമുക്ക് ചിരി വരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇന്ന് ഫുഡ് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ, ഓക്കെ? അങ്ങനെ പറഞ്ഞാൽ ഇയാൾക്ക് തന്നെ തോന്നും വരാം, ഭക്ഷണം കഴിക്കാതെ വരാം. പക്ഷെ ചോദിക്കൽ എങ്ങനെ? പലപ്പോഴും ഫുഡ് വേണോ വേണ്ടിയോ? ആണ്ടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയാക്കാൻ എന്നെ കൊണ്ടാവില്ല, മടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട, വേണ്ടാന്ന് തന്നെ പറയുമല്ലോ.